ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു NFA നെവർ ഫോർഗെറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് +1 ഫിസിക്സിലെ ചാപ്റ്റർ 2 യൂണിറ്റ് ആൻഡ് മെഷർമെന്റിലെ നെക്സ്റ്റ് എപ്പിസോഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എറർ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറർ, ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് എറേഴ്സ് ആണ്. അതായത് എററുകൾ തമ്മിൽ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് എന്താണ് എറേഴ്സ് ഇൻ ഫിസിക്സ്. So this is known as propagation of error. So our topic is propagation of errors. Okay. Propagation of errors ൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ആദ്യം അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തൊരു ദയവായിട്ട് ഇവിടെ ലിങ്ക് കൊടുത്തിട്ട് മുകളിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, എങ്ങനെ എറേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അഡീഷൻ സബ്സ്ട്രാക്ഷനിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്. നമുക്കൊരു വാല്യൂ പറയുമ്പോൾ, ഒരു എക്സ്പെരിമെന്റിൽ നിങ്ങൾ കണ്ടെത്തിയ ഒരു വാല്യൂ പറയുമ്പോൾ അതിൻ്റെ എററും കൂടി ചേർത്താണ് പറയാം. അപ്പോൾ എറർ നമ്മൾ ±0.1, ഒരു എക്സാമ്പിൾ പറയാം. 4.4 ±0.1 എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ±0.1 എന്ന് പറയുന്നതാണ് എറർ. ഓക്കെ, അതിനെ നമ്മൾ മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയാം. മീൻ ആബ്സല്യൂട്ട് എന്താണ് എറർ, അതായത് ഡെൽറ്റ എ മീൻ. ഇതാണ് ഈ പറയുന്ന സാധനം. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 4.41 0.1 കൂടാം, അല്ലെങ്കിൽ 0.1 എന്താണ് കുറയും, നമുക്കറിയില്ല. ആൻഡ് ദിസ് 4.4 and it is known as what? Mean value. കിട്ടിയോ? 4.4 എന്ന് പറയുന്നത് എന്താണ്? മീൻ വാല്യൂ. ±0.1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആബ്സല്യൂട്ട് എറർ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ട്രൂ വാല്യൂ എന്ന് പറയാം. 4.4. അപ്പം ഇതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ 3 ±0.3, ഓക്കെ, +2 ±0.2. ഇവിടെ നിങ്ങളോട് ഇത് ആഡ് ചെയ്യാൻ പറയാം. അതായത് നിങ്ങൾ ഒരു മെഷർമെന്റിന്റെ വാല്യൂ 3 ±0.3, മറ്റൊരു മെഷർമെന്റിന്റെ വാല്യൂ 2 ±0.2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറയാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ആദ്യം പ്ലസ് എടുത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ പ്ലസ് ഇവിടെ, പ്ലസ് ഇവിടെ. അപ്പോൾ പ്ലസും തമ്മിൽ ഒരു അഡീഷൻ. ഇനി ഇവിടെ പ്ലസ് എടുത്തു, ഇവിടെ മൈനസ് എടുത്തു, അപ്പം അടുത്ത അഡീഷൻ. ഇനി ഇവിടെ രണ്ടാമത് മൈനസ് എടുത്തു, അവിടുത്തെ എന്താണ് പ്ലസ് എടുത്തു, ഇവിടുത്തെ മൈനസ് എടുത്തു, അവിടുന്ന് എന്താണ് മൈനസ് എടുത്തു. ഇങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് വരും. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ ആൾക്കാർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല. അതായത് 3ഉം 2 നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 5. അതിനകത്ത് വ്യത്യാസം വരാൻ പോകുന്നില്ല. എന്നാൽ ഈ 0.3യും 0.2യും കൂടി നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം +0.3യും +0.2യും കൂടി ആഡ് ചെയ്യണം. അതാണ് ഇവിടെ സാർ ഇങ്ങനെ എഴുതിയത്, കണ്ടോ? ഇവിടെയും പ്ലസ്, ഇവിടെയും പ്ലസ്. അപ്പോൾ പ്ലസ് എന്താണ് 0.5 കിട്ടിയോ? അപ്പോൾ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ, 5.5. ഇതാണ് ഒരു ആൻസർ. ഇനി നിങ്ങൾ ഇവിടുന്ന് 0.3 പ്ലസ് എടുത്തു, ഇവിടുന്ന് മൈനസ് രണ്ടാമത്തെ വാല്യൂ കണ്ടോ, -0.2 എടുത്തു. അപ്പോൾ എന്തായി? 0.3 പ്ലസ് ആണ് -2. 0.3 -2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1 + 0.1. സോ അപ്പോൾ കിട്ടുന്ന നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5.1. കണ്ടോ? ഇനി അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നിങ്ങൾ മൈനസ് ആണ് എടുക്കണം. 0.3 മൈനസും 0.2 പ്ലസും ആണ് എടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക? -0.1 കിട്ടും. മനസ്സിലായോ? സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5 - 0.1 എന്ന് പറഞ്ഞാൽ 4.9 ആണ് കിട്ടുക ആൻസർ. ഓക്കെ, അടുത്ത രണ്ടും മൈനസ്, അതായത് 0.3 മൈനസ് 0.2 മൈനസ്, ഇപ്പോൾ 0.5 ആയിട്ടാണ്, -0.5. സോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ആണ്. ലിസൺ, ഇവിടെ 3ഉം 2ഉം സർട്ടൻ വാല്യൂ ആണ്, ട്രൂ വാല്യൂ. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ 5 കിട്ടി. ഓക്കെ,
പിന്നെ എററുകൾ തമ്മിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. കാരണം നമ്മളിവിടെ കൊടുക്കുന്ന പ്ലസ് ഓർ മൈനസ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്ലസ് എടുക്കുക, അവിടുത്തെ പ്ലസ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ പ്ലസും അവിടുത്തെ മൈനസും എടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ മൈനസും അവിടുത്തെ പ്ലസ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ മൈനസും അവിടുത്തെ മൈനസ്. 4 ഓപ്ഷൻസ്. ഈ 4 ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ എറർ വരുന്നത് ഈ ഒരു ഓപ്ഷനിൽ മാത്രമാണ്. അതായത് ഏറ്റവും കൂടുതൽ വാല്യൂസ് വരുന്നത് ഇതിന് മാത്രമാണ്. നമ്മൾ ഫിസിക്സിലെ ഏറ്റവും കൂടുതൽ എറർ വരുന്നതാണ് എടുക്കുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് 0.3 പ്ലസ് ഓർ മൈനസോ ആയിക്കോട്ടെ, 0.2 പ്ലസ് ഓർ മൈനസ് ആയിക്കോട്ടെ, ഈ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ സൈൻ, അത് സൈൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി അഡീഷൻ ആണ് ആക്ച്വൽ എറർ എന്ന് പറയുന്നത്. അതായത് 0.3 0.2 തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്, സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഈസ് 0.3 പ്ലസ് 2 പ്ലസ് ഓർ മൈനസ് 0.2, ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങളുടെ ഉത്തരം ആദ്യം ഈ 3യും 2 കൂടി ആഡ് ചെയ്യണം. 3 പ്ലസ് 2 ഉണ്ടോ? അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യണം. 0.3 പ്ലസ് 0.2. സോ ദാറ്റ് ഈസ് 5 പ്ലസ് ഓർ മൈനസ് കഴിയുമ്പോൾ 0.5. So this is your answer. That means ഇപ്പോൾ എറർ എത്രയാണെങ്കിലും എറർ തമ്മിൽ എപ്പോഴും ആഡ് ചെയ്താൽ മതി. എററുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആഡ് ചെയ്താൽ മതി. അതായിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ നമുക്ക് കിട്ടുക. 4 ഓപ്ഷൻസ് പറഞ്ഞു. ഒരേ സൈനുള്ളത് തമ്മിൽ ആഡ് ചെയ്യുക, ഒരേ സൈനുള്ളത് തമ്മിൽ കുറയ്ക്കുക. കണ്ടോ? 4 ഓപ്ഷൻസ് പറഞ്ഞു. ആ 4 ഓപ്ഷൻസിൽ ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻസ് ഓരോ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക എന്നുള്ളതാണ്. സോ അപ്പോൾ എറർ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആയിരിക്കും. അതായത് എററുകൾ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എററുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻ വരുന്നാലും ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് പോസിറ്റീവ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ വാല്യൂ മാത്രം എടുത്താൽ മതി. ദാറ്റ് മീൻസ് ഓൺലി അഡീഷൻ. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈൻ നമ്മളത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ എറർ ഈസ് ആൾവേസ് ആർഡർ ഇൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. കുറവിലാണെങ്കിലും കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും എറർ ഈസ് ആൾവേസ് ആഡഡ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, എറർ ഈസ് ആൾവേസ് ആഡഡ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. മനസ്സിലാക്കാം? അതായത് ഒരു എക്സാമ്പിൾ കൂടി സാർ പറയാം. ഫോർ എക്സാമ്പിൾ 4 പ്ലസ് ഓർ മൈനസ് 0.3 മൈനസ് 5 പ്ലസ് ഓർ മൈനസ് 0.2. അപ്പോൾ ഇവിടെ 2 സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യണം? 2 വാല്യൂസ് തമ്മിൽ കുറയ്ക്കണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4ഉം 5ഉം തമ്മിൽ എന്ത് ചെയ്യണം? ആദ്യം കുറയ്ക്കണം. 4 മൈനസ് 5 കണ്ടോ? പ്ലസ് ഓർ മൈനസ് ഇവർ തമ്മിൽ നിങ്ങൾ കുറയ്ക്കുകയല്ല വേണ്ടത്, 0.3 പ്ലസ് 0.2. അതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം. മൈനസ് ആണെങ്കിൽ ശരി, പ്ലസ് ആണെങ്കിൽ ശരി, എറർ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോഴാണ് മാക്സിമം ആഡ് എറർ കിട്ടുള്ളൂ. സോ ദ ആൻസർ ഇസ് ഹിയർ -1 പ്ലസ് ഓർ മൈനസ് ഇത് ആഡ് ചെയ്യുമ്പോൾ 0.5. കിട്ടിയോ? സോ ദിസ് ഈസ് ദ ആൻസർ. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത് എത്തുന്നത് സാർ? എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൂഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ 2 physical quantities say A and B. 2 physical quantities say capital A and capital B. 2 physical quantities നമ്മൾ എടുക്കുക, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. സോ their measured values are, അവരുടെ measured values. അപ്പൊ എ ഞാൻ അളന്ന് കഴിയുമ്പോൾ എനിക്ക് എയിനോടൊപ്പം തന്നെ പ്ലസ് ഓർ മൈനസ് എയുടെ എന്തും കൂടി കിട്ടും? ഒരു എറർ കൂടി കിട്ടും. സപ്പോസ് ഡെൽറ്റ എ. ബി ഞാൻ അളക്കുമ്പോൾ എനിക്ക് ബിയുടെ ഒപ്പം തന്നെ ബിയുടെ ഒരു എറർ കിട്ടും, ഡെൽറ്റ ബി. സോ ദീസ് ആർ ദ മെഷേർഡ് വാല്യൂ. നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറിൽ എ ഉണ്ടാവും, പിന്നെ അതിന്റെ എറർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ബിന്റെ എറർ എന്താണ്? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. സപ്പോസ് ഒരു മേശയുടെ നീളം അളക്കുന്നതായിരിക്കും. ആദ്യം അളന്നപ്പോൾ അത് എ, അതിൻ്റെ കൂടെ എറർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ.
പിന്നെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് വേറൊരു വാല്യൂ കിട്ടി ബി. അതിൻ്റെ കൂടെയുള്ള എറർ പ്ലസ് ഓർ മൈനസ് എന്താണ് ഡെൽറ്റ ബി. ഓക്കെ, ക്ലിയർ? യെസ്. അങ്ങനെ രണ്ട് വാല്യൂസ്. ഓക്കെ, അപ്പോൾ രണ്ട് മേശയുടെ വിചാരിക്കുക, ഒരു മേശയുടെ നീളം എ, മറ്റൊരു മേശയുടെ നീളം ബി. എങ്കിൽ രണ്ട് മേശയും കൂടി കൂട്ടി കഴിയുമ്പോൾ ടോട്ടൽ എത്രയും നീളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. മനസ്സിലായോ? നിങ്ങളുടെ മുന്നിൽ ഒരു മേശയുണ്ട്, അതിന്റെ നീളം എ, വേറൊരു വലിയ മേശയുണ്ട്, അതിന്റെ നീളം ബി. അങ്ങനെ ഈ രണ്ട് മേശയും കൂടി ടോട്ടൽ എത്ര നീളമുണ്ട്? രണ്ട് മേശ കൊണ്ട് ഒരുമിച്ചിട്ടു, എത്ര നീളം ടോട്ടൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി. ക്ലിയർ ആണ്? സോ അതിന് നമ്മൾ ഇസഡ് എന്ന ലെറ്റർ കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണ്. ഇങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്ക് എറർ ഉണ്ട്, ബിക്ക് എറർ ഉണ്ട്, അല്ലേ? അപ്പോൾ വി ക്യാൻ റൈറ്റ് എ പ്ലസ് ഡെൽറ്റ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. എക്ക് പകരം ഞാൻ ഇങ്ങനെ എഴുതി. എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. കിട്ടിയല്ലോ? എ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് മാത്രമല്ല എടുക്കുക, അതിൻ്റെ കൂടെ എററും കൂടി ആഡ് ചെയ്യും. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അളന്ന മേശയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഉണ്ട്, പിന്നെ കുറച്ച് എററും കൂടി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ഫോർ എക്സാമ്പിൾ 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും ഞാൻ അളന്നത്. പ്ലസ് ഓർ മൈനസ് എന്താണ്? ഒരു 0.5 സെന്റിമീറ്റർ കൂടാ അല്ലെങ്കിൽ കുറയാം. ഓക്കെ, യെസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ എറർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ക്വാണ്ടിറ്റിയുടെ ഒപ്പം എറർ ആഡ് ചെയ്തു, ഈ ക്വാണ്ടിറ്റി ഇതിന്റെ എറർ ആഡ് ചെയ്താൽ ടോട്ടലിലും ഒരു എറർ ഉണ്ടാവും. സോ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഡെൽറ്റ ഇസഡ് നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. മനസ്സിലായോ? എ പ്ലസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഡെൽറ്റ ബി. ഓക്കെ, ക്ലിയർ? അപ്പൊ എനിക്ക് വേണ്ടത് എന്താണ്? എററാണ്. ഡെൽറ്റ ഇസഡ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഡെൽറ്റ ഇസഡ് ഇവിടെ വരണമെങ്കിൽ ഇവിടെ ഉള്ള ഇസഡ് പോകണം. ശ്രദ്ധിക്കുക, ഡെൽറ്റ ഇസഡ് അതായത് എറർ, ടോട്ടൽ എറർ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്റെ ലക്ഷ്യം ഡെൽറ്റ ഇസഡ് ടോട്ടൽ എറർ എത്രയാണെന്ന് കണ്ടെത്തുകയാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെൽറ്റ ഇസഡ് ഇവിടെ നിർത്തി, കൂടെയുള്ള ഇസഡിനെ കളയണം. കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൈനസ് ഇസഡ് ആഡ് ചെയ്തു. ശ്രദ്ധിക്കുക, ഒരു മൈനസ് ഇസഡ് ഞാൻ ഇവിടെ ആഡ് ചെയ്തപ്പോൾ ഇത് രണ്ടും കൂടി കട്ടായി പോകും. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഞാൻ എന്ത് ചെയ്താലും അത് തന്നെ എന്താണ്? റൈറ്റ് സൈഡിലും ചെയ്യണം, മൈനസ് ഇസഡ്. ഓക്കെ, സോ ഇതും ക്യാൻസൽ ആയി. ഇപ്പൊ എനിക്ക് ഇങ്ങനെയായി ഡെൽറ്റ ഇസഡ്. ഓക്കെ, പ്ലസ് ഓർ മൈനസ് നോക്കണ്ട, ഡെൽറ്റ ഇസഡ്. ഇനി പ്ലസ് ഓർ മൈനസ് കിട്ടും, നോ പ്രോബ്ലം. ഓക്കെ, ഡെൽറ്റ ഇസഡ് is equal to a plus or minus delta a plus b plus or minus delta b minus z. What is z? Z എന്താ? Z a plus b. a plus b. Clear ആണോ? Okay? Yes. അപ്പോൾ നിലവിൽ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താണ്? ഈ മൈനസ് അകത്തേക്ക് എടുക്കണം. സോ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഈ ആദ്യം ഇരിക്കുന്ന സാറിൽ മാറ്റാൻ പറ്റിയിട്ടില്ല. മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് എ മൈനസ് ബി. കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ മൈനസ് ഇസഡ് ഇവിടെയും ചേർത്തു, അവിടെയും ചേർത്തു. എന്താ? ഇവിടെ നിന്ന് ക്യാൻസൽ ആയി പോകാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്താലും അതിനെ അവിടെയും ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ മൈനസ് ഇസഡ് ചേർത്തത്. ദെൻ ഇസഡിന് പകരം നമ്മൾ എ പ്ലസ് ബി എന്ന് കൊടുക്കുമ്പോൾ എ പ്ലസ് രണ്ട് ടേം ഉള്ളതുകൊണ്ട് ഇസഡിന് പകരം കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് ഇടണം. ദെൻ ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് എ മൈനസ് ബി ആയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്ലസ് എയും മൈനസ് എയും ക്യാൻസൽ ആയിപ്പോയി, പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ഡെൽറ്റ ഇസഡ് ഉണ്ട് പ്ലസ് ഓർ മൈനസ്. സോ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് ബാക്കി? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ഇവിടെ എന്തുണ്ട് ബാക്കി? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഡെൽറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ. നമ്മൾ പറഞ്ഞു പ്ലസ് ഓർ മൈനസ് വന്നാൽ നമ്മൾ എന്താ എടുക്കുള്ളൂ? പ്ലസ് എടുക്കുള്ളൂ. പ്ലസ് ഡെൽറ്റ ബി. മനസ്സിലായോ? ഫൈനൽ ആൻസർ മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസസ്. നിങ്ങൾ ഇവിടെ മൈനസ് ഉണ്ടെങ്കിലും മൈനസ് എഴുതാൻ പാടില്ല, കാരണം മൈനസ് എടുത്ത കുറഞ്ഞ വാല്യൂ ആണ് എറർ കിട്ടുക. ഓക്കെ, ഇപ്പൊ ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബിയും ഡെൽറ്റ എ മൈനസ് ഡെൽറ്റ ബിയും എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ എറർ കിട്ടുക. അപ്പൊ പ്ലസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ടേം മാത്രമാണ് നമ്മൾ എടുക്കുക. സോ ഡെൽറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ക്ലിയർ? യെസ്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്.
അപ്പോൾ സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും നമ്മൾ എററുകൾ തമ്മിൽ എപ്പോഴും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നാണ് പഠിച്ചത്. ഫോർ എക്സാമ്പിൾ, ഒരു റെസിസ്റ്റർ R1, മറ്റൊരു റെസിസ്റ്റർ എന്താണ് R2. ഓക്കെ, സപ്പോസ് R1 ഞാൻ മെഷർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ± 0.2 ഓം. R2 എന്ന് പറയുന്നതിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 4 ± 0.4 ഓം. ഇതാണ് എന്റെ മെഷർമെന്റ്. അപ്പോ എന്റെ ചോദ്യം, റിസൾട്ടന്റ് R പറയണം, R എഫക്റ്റീവ് R1 പ്ലസ് എന്താണ് R2 എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 4 ± ഇത് തമ്മിൽ ഞാൻ ആഡ് ചെയ്യാവൂ ഉണ്ടോ. 0.2 + 0.4 6 ± 0.6. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടോ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് രണ്ട് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ലെസ് ചെയ്യുമ്പോഴും കിട്ടും. ഇപ്പോൾ രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ -0.6 കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ± ഇട്ടിരിക്കുന്നത് കണ്ടോ. സോ ഇതാണ് നിങ്ങൾ എന്താണ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിനുശേഷം ഡിവിഷൻ. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ വരുന്നത് പവർ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രൂഫ് എന്താണ്, എങ്ങനെയാണത് വരുന്നതെന്ന് നോക്കാം. സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ Z ± Δz is equal to A ± Δa into B ± Δb. നേരത്തെ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് Z is equal to A into B. കിട്ടിയോ? അപ്പൊ ഇസെറ്റിന് എറർ ഉണ്ട്. Z ± Δz is equal to A ± Δa into B ± Δb. ക്ലിയർ? അപ്പൊ ഇവിടെ സാർ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്താണ് എറർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് Δz ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ Z ± ഉണ്ട്. നേരത്തെ ചെയ്ത പോലെ -Z കൊണ്ട് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഡീഷനെ കിട്ടുള്ളൂ. ആ രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, വേറെ രീതിയിലാണ്. ഞാൻ Z കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Z കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? സോ ഇത് വെട്ടിപ്പോയി. ദിസ് ബിക്കം 1 ± Δz/Z is equal to A ± Δa divided by Z. അല്ലേ? ശരിയല്ലേ? ഇൻറ്റു B ± Δb. എല്ലാവരുടെയും താഴെയാണ് Z. ഇനി Z പകരം ഞങ്ങൾക്ക് എന്ത് എഴുതാം? A into B AB. അത്ര മനസ്സിലായോ? Z പകരം ഞാൻ എന്ത് എഴുതി? A into B എന്താണ്? AB. ഓക്കെ, ക്ലിയർ? അപ്പോ ഇവിടെ ഓരോ ടേമിന്റെ താഴെയും എന്താണ്? AB വരുന്നുണ്ട്. അപ്പോൾ A ± Δa into B ± Δb ഡിവൈഡ് ബൈ AB ആണ്. അപ്പൊ ആദ്യ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. ഇവിടെ 1 ± Δz/Z is equal to ആദ്യം A into B എന്ത് കിട്ടാം? AB. അടുത്തത് A into Δb അല്ലേ? അപ്പൊ എന്താണ്? A into B AB പ്ലസ് A into Δb എന്താണ്? ± A Δb. A into Δb. അടുത്തത് ± Δa into B Δab. അടുത്തത് ± Δa Δb. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യണം. കാരണം അത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചെറിയതാണ്. എറർ ഇൻറ്റു എറർ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കുക. മാത്തമാറ്റിക്സിൽ നമ്മൾ ഒഴിവാക്കും ഡെൽറ്റ വന്നു കഴിഞ്ഞാൽ. ബാക്കിയുള്ള കേസസ് നമുക്ക് നോക്കാം. ബാക്കിയുള്ള കേസസിൽ വരുന്നത് ഇതിൻ്റെ താഴെ എന്തുണ്ട്? താഴെ നമുക്ക് AB ഉണ്ട്. സോ 1 ± Δz/Z is equal to ഓരോന്നിനും താഴെ ഇതിന് താഴെ ഇത് എഴുതുക. AB/AB ± A Δb ഡിവൈഡ് ബൈ AB. കാരണം കോമൺ ആണ് AB എല്ലാത്തിനും ഡിനോമിനേറ്റർ. നമ്മൾ ഓരോന്നിനും ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. ± Δab ഡിവൈഡ് ബൈ AB.
ഇവിടെ അങ്ങനെ തന്നെ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു എ ബിയും വെട്ടിപ്പോയി 1. ഓക്കെ, പ്ലസ് ഓർ മൈനസ് ഇവിടെ എന്താ വെട്ട, ഡെൽറ്റ ബിയും ബിയും വെട്ടില്ല, പക്ഷെ എയും വെട്ടിപ്പോവും. സോ യു വിൽ ഗെറ്റ് ഡെൽറ്റ ബി ബൈ ബി. ആബ്സല്യൂട്ട് എറർ ഓഫ് എന്താണ്, ബി കിട്ടി. സോറി, റിലേറ്റീവ് എറർ ഓഫ് എന്താണ്, ബി കിട്ടി. ആബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ ഇറ്റ്സ് എന്താണ്, ട്രൂ വാല്യൂ. പ്ലസ് ഓർ മൈനസ് ഇവിടെ നമുക്ക് എന്താണ്, ബിയും ബിയും വെട്ടിപ്പോയി. സോ ഡെൽറ്റ എ ബൈ എ. രണ്ട് സൈഡിലും 1 ഉണ്ട്, 1 വെട്ടിപ്പോയി. സോ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ, ഇത് രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ എന്താണ്, ബി. ഇതിനകത്ത് നമ്മൾ എറർ എടുക്കുമ്പോൾ എറർ മാത്രം കാണുന്നു, ഡെൽറ്റ ഇസഡ് മാത്രം കാണുമ്പോൾ ഈ ഇസഡ് ഇപ്പുറത്തേക്ക് എടുക്കണം. ഇസഡ് ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസിൽ പ്ലസ് എടുത്താൽ മതി എന്ന്, കാരണം അത് പ്ലസ് നമ്മൾ അഡീഷൻ എടുക്കാം. ഡെൽറ്റ ബി ബൈ ബി. സോ ദിസ് ഈസ് ദ എറർ. അപ്പോൾ എറർ എന്താ പറയുന്നത്, ഡെൽറ്റ ഇസഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എറർ എന്ന് പറയുന്നത് ഇസഡ് ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഒന്ന് മോൾ എഴുതിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സോ വാട്ട് വി ഡിറൈവ്, ഇഫ് z is equal to a into b, then delta z by z is equal to delta a by a plus delta b by b ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ച കാര്യം. മനസ്സിലായോ? ക്ലിയർ? യെസ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതിയെടുക്കുക. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ, ദെൻ നമുക്ക് ഡിവിഷനിലേക്ക് പോവാം. ഓക്കെ, ഡിവിഷൻ വന്നാലും മൾട്ടിപ്ലിക്കേഷൻ വന്നാലും ഇത് തന്നെയാണ് ആൻസർ. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോർമുല ഇവിടെ കിടക്കട്ടെ. സാർ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു ചതുരം തരാണ്, ഒരു റെക്റ്റാങ്കിൾ. ദിസ് ഇസ് ലെങ്ത് ആൻഡ് ദിസ് ഇസ് ബ്രെഡ്ത്ത്. ഓക്കെ, ഒരു ചതുരം തന്ന് അതിന്റെ ലെങ്ത് L, ബ്രെഡ്ത്ത് B. സപ്പോസ് ദ ലെങ്ത് ഈസ് ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് 0.4 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് 0.2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. Then my question is, what is the area? We know the area is L into B. അപ്പോൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഏരിയ ഈസ് ഈക്വൽ ടു L പ്ലസ് ഓർ മൈനസ് 0.4 ഇൻറ്റു 2 പ്ലസ് ഓർ മൈനസ് 0.2. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ എറർ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും, A പ്ലസ് ഡെൽറ്റ എ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഡെൽറ്റ എ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഡെൽറ്റ ഇസെറ്റ് കാണുമ്പോൾ ഈ ഇസെറ്റ് ഇപ്പുറത്തേക്ക് എടുക്കണം. കണ്ടോ? സോ ഡെൽറ്റ ഇസെറ്റ് മാത്രം നിങ്ങളോട് ചോദിച്ചാൽ ഇസെറ്റ് ഇങ്ങോട്ട് വരും. സോ ദിസ് ഇക്വേഷൻ ബിക്കം ഇസെറ്റ് ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഏരിയ ആണ്. അപ്പൊ ഇക്വേഷൻ എന്താ, ഡെൽറ്റ എ ബൈ എ, ഡെൽറ്റ എ ബൈ എ അല്ലേ, ഇസ് ഈക്വൽ ടു എന്താണ്, ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂവിന്റെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 ഡിവൈഡ് ബൈ 4. ഓക്കെ, സാർ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ ഇസഡ് ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി, ആ രൂപത്തിലേക്ക് കിടക്കണം. ഇസഡ് ഇസ് A ഇൻറ്റു ബി, എയുടെ സ്ഥലത്ത് L, ബിയുടെ സ്ഥലത്ത് എന്താണ്, സ്മോൾ ലെറ്റർ ബി ആണ്. ഓക്കെ, ഇസഡിന്റെ സ്ഥലത്ത് എന്താണ്, ഏരിയ ആണ്. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ്, ഇവിടെ ഇസെറ്റ് വന്നില്ല എന്ന് വിചാരിക്കുക, നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ആണെങ്കിൽ ഇങ്ങനെയാണല്ലോ വരാം. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇസഡിന്റെ പ്ലേസിൽ എ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എ ബൈ എ സീക്വൽ ടു എയുടെ പ്ലേസിൽ ഇവിടെ L, ഡെൽറ്റ L ബൈ L പ്ലസ് ബിയുടെ പ്ലേസിൽ ഇവിടെ സ്മോൾ ലെറ്റർ ബി, ഡെൽറ്റ ബി ബൈ ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല. ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു
ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അപ്പൊ ഇവിടെയാണ് സാർ പറഞ്ഞത് എ ഇങ്ങോട്ട് എടുക്കാൻ. കണ്ടോ? സോ ദിസ് ഇക്വേഷൻ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു ഇതേ ഇൻറ്റു ക്യാപിറ്റൽ എ. ഓക്കെ, സോ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ഡെൽറ്റ എൽ? ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എറർ 0.4 ഡിവൈഡ് വാട്ട് ഈസ് എൽ? എൽ ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ പ്ലസ് വാട്ട് ഈസ് ഡെൽറ്റ ബി? 0.2 ഡിവൈഡ് ബൈ വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ. വാട്ട് ഈസ് എ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് എ, ഏരിയ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് 0.1 പ്ലസ് 0.1 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 0.2 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 1.6. അപ്പോൾ 1.6 ആണ് ഇവിടുത്തെ എറർ. മനസ്സിലായോ? അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു 4 2 8 അല്ലേ? എറർ എത്രയാണ്? 1.6. സോ 8 പ്ലസ് ഓർ മൈനസ് 1.6 ഇസ് ദ ആൻസർ. 8നേക്കാളും 1.6 കൂടുതലാവാം, അല്ലെങ്കിൽ 1.6 എന്താണ് കുറവാകാം. ഒന്നുകൂടി പറയാം. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത് 4 പ്ലസ് ഓർ മൈനസ് 0.4 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് ഓർ മൈനസ് 0.2 സെന്റിമീറ്റർ. അക്കോർഡിംഗ് ടു അവർ ഫോർമുല ഇസഡ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി, രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇതിന്റെ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു ഇതിന്റെ റിലേറ്റീവ് എറർ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഇതിന്റെ റിലേറ്റീവ് ഡെൽറ്റ ബി ബൈ ബി. ഇനി ഇതേ ഇക്വേഷൻ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. ഏരിയ ഇസ് ഈക്വൽ എൽ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഇതിന്റെ റിലേറ്റീവ് എറർ ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു ഇതിന്റെ റിലേറ്റീവ് എറർ ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഇതിന്റെ റിലേറ്റീവ് എറർ ഡെൽറ്റ ബി ബൈ ബി എന്ന് ഉത്തരം വരും. അപ്പൊ നമുക്ക് ഡെൽറ്റ എ ആണ് വേണ്ടത്, അത് എറർ മാത്രം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡെൽറ്റ എ ബൈ എ വന്ന എ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. എ എന്താണ്? ഏരിയ ആണ്. അത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് എ. ക്ലിയർ? സോ ഡെൽറ്റ എ കാണാനായിട്ട് നിങ്ങൾ ലെങ്ത്തിന്റെ റിലേറ്റീവ് എറർ എങ്ങനെ കാണാം? ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ. അതായത് ഈ വാല്യൂവിനെ ഈ വാല്യൂ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത റിലേറ്റീവ് എറർ ആയി. അപ്പോൾ ഇതിനകത്ത് 0.2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്, അതായത് 0.4 ഡിവൈഡ് ബൈ 4 പ്ലസ് 0.2 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇൻറ്റു 8 താഴെയുള്ള എ ഇങ്ങോട്ട് വന്നു. അപ്പോൾ 8 ഗുണിച്ച് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 1.6. ദാറ്റ് ഈസ് ദ എറർ, ഡെൽറ്റ എ ടോട്ടൽ എറർ. സോ ദ ഫൈനൽ ആൻസർ ഈസ് 8 പ്ലസ് ഓർ മൈനസ് 1.6. ക്ലിയർ? ഇതാണ് മൾട്ടിപ്ലിക്കേഷനിലെ കേസ്. ഇനി ഡിവിഷനിലും സെയിം ഫോർമുലയുടെ വ്യത്യാസമില്ല. ഡിവിഷനിലും സെയിം ഫോർമുല തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പൊ ഡിവിഷന്റെ പ്രൂഫും കൂടി നമുക്കൊന്ന് എന്താണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിവിഷനിൽ എങ്ങനെയാണ് സാർ ഇത് സെയിം ആയി വരുന്നത്? ഡിവിഷൻ നോക്കാം. സപ്പോസ് ഇസഡ് ഇസ് ഈക്വൽ ടു എ ബൈ ബി, അതായത് ഒരു ക്വാണ്ടിറ്റീനെ മറ്റൊരു ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. സോ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ആയിരിക്കുമല്ലോ. ഇസഡ് ഇങ്ങനെയാണെങ്കിൽ ഇതിനൊരു എറർ ആഡ് ചെയ്താൽ എല്ലാത്തിനും എറർ വരും അല്ലേ? ശരിയാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. ഇതിന് ഇസഡ് പുറത്തെടുക്കണം. ഇസഡ് പുറത്തെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇസഡ് വന്നു കഴിയുമ്പോൾ 1 പ്ലസ് ഓർ മൈനസ്. ഇവിടെ നിന്ന് ഇസഡ് വരാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് മാത്സിൽ. നമ്മളൊരു വസ്തുവിനെ അതിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ അത് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇസഡ് എടുത്തതുപോലെ ഇവിടെ നിന്ന് നമുക്ക് എന്തെടുക്കാം? ഇവിടെ നമുക്ക് ഇസഡ് എടുക്കാൻ കഴിയും, കാരണം ഇവിടെ എയും ഡെൽറ്റ എയൊക്കെയാണ് ഉള്ളത് അല്ലേ? അപ്പൊ നമുക്ക് ഈ മോളിത്തെ ഇതിന് എ പുറത്തേക്ക് എടുക്കാം. എ പുറത്തേക്ക് എടുത്തു. സോ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ കിട്ടിയോ? ഇവിടെ നിന്ന് നമ്മൾ ബി പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്താണ്? 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഇസെറ്റ് പുറത്തെടുക്കുമ്പോൾ ഇസെറ്റ് പോകുന്ന സ്ഥലത്ത് 1, ഇസെറ്റ് ഇല്ലാത്ത സ്ഥലത്ത് എന്താണ്? ഇസെറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതുപോലെ എ പോകുന്ന സ്ഥലത്ത് എന്താണ്? 1. ഇവിടെ നിന്ന് എ എടുത്തു, അപ്പൊ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എന്ന് എ എടുക്കാനില്ല, അപ്പോൾ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതുപോലെ ഇവിടെ നിന്ന് ബി എടുത്തു, അപ്പോൾ 1 ഡെൽറ്റ ബിയിൽ നിന്ന് ബി എടുക്കാനില്ല, അപ്പോൾ ബി കൊണ്ട് എന്താണ്? ഡിവൈഡ് ചെയ്തു. കിട്ടിയോ? മനസ്സിലായി? സോ ഇവിടെ ഒരു എ ബൈ ബി കിടപ്പുണ്ട്. എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസെറ്റും ആണ്. ഓക്കെ, അപ്പോൾ ഇതും വെട്ടിപ്പോയി, കാരണം ദിസ് ഇസ് ഈക്വൽ ടു ഇസെറ്റ്, ഇത് ഇസെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസെറ്റ് ബൈ ഇസെറ്റ് ഇസ് ഈക്വൽ ടു
1 plus or minus delta A by A divided by 1 plus or minus delta B by B. അത്ര മനസ്സിലായോ? ഓക്കെ, അത്ര അവിടെ നിൽക്കട്ടെ. ഒന്നുകൂടി മുകളിലേക്ക് എടുത്ത് എഴുതാം. 1 plus or minus delta Z by Z is equal to 1 plus or minus delta A by A divided by 1 plus or minus delta B by B. ഓക്കെ, അപ്പൊ ഇനി ചെയ്യേണ്ടത് നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിനെ മുകളിലേക്ക് എടുക്കാം. ഇത് റേസ് ടു 1 ആണ്, മുകളിലേക്ക് വരുമ്പോൾ എന്താ -1 ആവും. So 1 plus or minus delta Z by Z is equal to 1 plus or minus delta A by A into 1 plus or minus delta B by B raised to -1. കണ്ടോ? അപ്പോൾ ഇനി ബൈനോമിയൽ തിയറം നിങ്ങൾ മാത്തമാറ്റിക്സിൽ +1 പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി. ഈ -1 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് ഇതിന്റെ റിവേഴ്സ് ആവും. ഈ പ്ലസ് എന്ന സ്ഥലത്ത് മൈനസ് ആവും, മൈനസ് എന്ന സ്ഥലത്ത് എന്താണ് പ്ലസ് ആവും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 plus or minus delta A by A into 1 minus or plus delta B by B. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കാം. ബാക്കി ടീച്ചർ മാത്തമാറ്റിക്സ് ടീച്ചർ നിങ്ങൾ ബൈനോമിയൽ തിയറം ഒക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ വന്നതെന്ന് മനസ്സിലാവും. 1 plus or minus delta Z by Z. ക്ലിയർ? യെസ്. ഇനി എന്താ ചെയ്യുക? സാധാരണ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? നമുക്കതുപോലെ ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം 1 into 1 എന്താണ്? 1 അല്ലേ? Then 1 into minus delta minus or plus or delta B by B എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? പ്ലസ് ഓർ മൈനസ് തന്നെ അല്ലേ? മൈനസും പ്ലസ് എന്ന് പറഞ്ഞാലും പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതാം. ഈ എന്തൊക്കെ 1ഉം ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടും, ഡെൽറ്റ ബി ബൈ ബി. അപ്പൊ 1 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ 1 into 1 1 into this again this into this delta A by A into 1 plus or minus delta A by A തന്നെ കിട്ടും. ദെൻ ഇതേ ഇൻറ്റു ഇത് ചെയ്യണം. സോ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡ് ബൈ എ ബി. അപ്പൊ നമ്മൾ പറഞ്ഞു ഡെൽറ്റ വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാം, ഇഗ്നോർഡ്. ഇവിടെ 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസെഡ് ബൈ ഇസെഡ് എന്ന് കിട്ടി. ഇവിടുത്തെ 1 വെട്ടിക്കളയാം. സോ ഫൈനലി ഡെൽറ്റ ഇസെഡ് ബൈ ഇസെഡ് ഇസ് ഈക്വൽ ടു ഇതും കൂടി ആഡ് ചെയ്യാം. ഇത് ഡെൽറ്റ എ ബൈ എ ആദ്യം എഴുതാം. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. സോ ദിസ് ഈസ് ആൻസർ. ഇതിനകത്ത് നമ്മൾ എന്ത് മാത്രം എടുക്കുള്ളൂ? എന്ന് പ്ലസ് മാത്രം എടുക്കുള്ളൂ. കാരണം എറർ നമ്മൾ അഡീഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? സോ ഇതാണ് നമ്മൾ പഠിച്ച എന്താണ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ? ഡിവിഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും എന്താണ്? ഒരേ ഫോർമുല തന്നെ ആണ്. ഇപ്പോ ഇസെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണെങ്കിൽ ഡെൽറ്റ ഇസെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇത് അഡീഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും എറർ അങ്ങനെയായിരിക്കും. ഇനി ഇസെഡ് ഇസ് ഈക്വൽ ടു എ ബി ഇങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇസെഡ് ഇസ് ഈക്വൽ ടു എ ബൈ ബി ഇങ്ങനെയാണെങ്കിൽ, ഈ രണ്ട് കേസിലും ഡെൽറ്റ ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഡെൽറ്റ ഇസെഡ് ബൈ ഇസെഡ് എന്തായിരിക്കും? അതായത് അവരുടെ റിലേറ്റീവ് എറർ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ റിലേറ്റീവ് എറർ ഓഫ് ദ ടു ക്വാണ്ടിറ്റീസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആയിരിക്കും. ഇത് മനപ്പാടമാക്കാം. അതിനുശേഷം ഈ ഇസെഡ് ഇപ്പുറത്തേക്ക് എടുക്കാം. സോ ഡെൽറ്റ ഇസെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു ഇസെഡ്. ഇതായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റിലേറ്റീവ് എറർ ഓഫ് ദ ഫസ്റ്റ് ക്വാണ്ടിറ്റി പ്ലസ് റിലേറ്റീവ് എറർ ഓഫ് ദ സെക്കൻഡ് ക്വാണ്ടിറ്റി ഇൻറ്റു എന്താണ്? ഇസെഡ്, അതായത് ആ ക്വാണ്ടിറ്റിയുടെ പ്രോഡക്റ്റ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമുക്ക് എറർ കിട്ടുക. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ റിലേറ്റീവ് എറർ ഓഫ് എന്താണ്? ലെങ്ത്ത്, ഡെൽറ്റ ബി ബൈ ബി റിലേറ്റീവ് എറർ ഓഫ് എന്താണ്? ബ്രെഡ്ത്ത് ഇൻറ്റു എൽ ഇൻറ്റു ബി, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഗുണിച്ചു. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ എറർ കിട്ടിയത്. ദെൻ ആ എറർ നമ്മൾ എന്താണ്? നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. കൺസിഡർ ദ റിലേഷൻ റോ ഈസ് ഈക്വൽ ടു എം ബൈ വി. എന്താണ് റോ എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദെൻ മാസ് ഈസ് ഈക്വൽ ടു 3.5 kilogram
പ്ലസ് ഓർ മൈനസ് 0.1 കിലോഗ്രാം. പ്ലസ് ഓർ മൈനസ് 0.1 എന്താ, അതിന് എററാണ്. ദെൻ വോളിയം ഇസ് ഈക്വൽ ടു 10 മീറ്റർ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 1 മീറ്റർ ക്യൂബ്. അപ്പൊ ചോദ്യം എന്താണ്, ഇത് കണ്ടുപിടിക്കണം. ഇവിടെ ഡിവിഷൻ ആണ് അല്ലേ. അപ്പോ റിലേറ്റീവ് എറർ ഓഫ് എന്താണ്, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ എം ബൈ എം പ്ലസ് ഡെൽറ്റ വി ബൈ വി. ഇതാണ് നമ്മുടെ ഫോർമുല. സോ ഡെൽറ്റ റോ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ, മനസ്സിലായോ? നമ്മുടെ എറർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലേറ്റീവ് എറർ അല്ല, ടോട്ടൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോ ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ റോ ഇൻറ്റു ഡെൽറ്റ എം ബൈ എം പ്ലസ് ഡെൽറ്റ വി ബൈ വി ആയിരിക്കും. സോ വാട്ട് ഈസ് റോ? റോ മീൻസ് മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ 3.5 ബൈ എന്താണ് 10. സോ റോയുടെ സ്ഥലത്ത് നിങ്ങൾ 3.5 ഡിവൈഡ് ബൈ 10 ചെയ്യാം. ഇൻറ്റു ഡെൽറ്റ എം ബൈ എം. വാട്ട് ഈസ് ഡെൽറ്റ എം? ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എറർ 0.1 ഡിവൈഡ് ബൈ 3.5 പ്ലസ് ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. സോ 1 ഡിവൈഡ് ബൈ വി. വി എന്ന് പറഞ്ഞാൽ 10. കിട്ടിയോ? സോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക എന്താണ് ആൻസർ എന്നുള്ളത്. ഇനി ഇതിന്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഇതിങ്ങനെ വന്നിട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഈ ഫോർമുലയിൽ ഇങ്ങനെ, അതായത് ഡെൽറ്റ റോ ഡിവൈഡ് ബൈ റോ ഇസ് ഈക്വൽ ടു ദിസ് എന്നറിയാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് റിലേറ്റീവ് എററാണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക, അതായത് ഡെൽറ്റ റോ ഡിവൈഡ് ബൈ റോ. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് 100 കൊണ്ട് ഗുണിച്ചാൽ അതാണ് എന്ത്, പെർസെൻറ്റേജ് എറർ എന്നൂടി പറയാം സാറ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ജസ്റ്റ് എന്താണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ റോ ഇങ്ങോട്ട് എടുക്കുക, മൾട്ടിപ്പിൾ ഒക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ. റിലേറ്റീവ് എറർ ആണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ റോ ഡിവൈഡ് ബൈ റോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് ഡെൽറ്റ വി ബൈ വി ചെയ്തതിൻ്റെ ഫൈനൽ ആൻസർ ആണ് ഉത്തരം. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യുക, ഫൈനൽ ആൻസർ വരുന്നത് 0.03 വരും. ഇത് കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലസ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.11 വരും. ഓക്കെ, 0.1 മതി. 0.1 ഡിവൈഡ് ബൈ 10 അല്ലേ. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.13 കിട്ടും. ഓക്കെ, ഈ ആൻസർ അതായത് ഡെൽറ്റ റോ ഡിവൈഡ് ബൈ റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയത് 0.13. ദിസ് ഈസ് ദ റിലേറ്റീവ് എറർ. ഇപ്പോൾ റിലേറ്റീവ് എറർ ആണ്, പ്രത്യേകിച്ച് എങ്ങും പോകണ്ട. നിങ്ങൾ ഈ ഫോർമുല തന്നെയാണ് റിലേറ്റീവ് എറർ ആണ് കണ്ടുപിടിക്കുന്നത് ആക്ച്വലി. ദെൻ നമ്മളോട് എറർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റിലേറ്റീവ് എറർ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ ഇടാം. ഇതാണ് ആൻസർ. ദെൻ പെർസെൻറ്റേജ് എറർ വെച്ച് എന്ത് ചെയ്യണം, ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ പെർസെൻറ്റേജ് എറർ ഇസ് ഈക്വൽ ടു 30%. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇനി പവർ വരുമ്പോൾ എങ്ങനെയാണ് എറർ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്, അതിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാണ്, നെക്സ്റ്റ് എപ്പിസോഡിലാണ് പഠിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ട് മനസ്സിലായിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇതിൻ്റെ പവർ വരുന്ന കേസസും കൂടി നമ്മൾ പഠിപ്പിക്കും. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീരുകയാണ്. പിന്നെ അതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മളോട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 പോയിന്റാണ് ഇതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ 2 ക്വാണ്ടിറ്റി തന്നിട്ട് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ എററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. എന്നാൽ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യണത് നമ്മളോട് ചോദിക്കുമ്പോൾ അതിൻ്റെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ, അതിൻ്റെ സമ്മം. ഇപ്പോൾ ഇവിടെ മാസും വോളിയം ഉണ്ടെങ്കിൽ മാസിൻ്റെ റിലേറ്റീവ് എറർ പ്ലസ് വോളിയത്തിൻ്റെ റിലേറ്റീവ് എറർ രണ്ടും കൂടി കൂട്ടുന്നതായിരിക്കും നമ്മുടെ ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് എറർ. ഇതിന് എറർ മാത്രം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ താഴെയുള്ള ആളെ ഇപ്പുറത്തേക്ക് എടുത്ത് ഗുണിക്കുക. കിട്ടിയോ? താഴെയുള്ള ആൾ നമ്മളെ ഫോർമുല വെച്ച് കണ്ടെത്താം. മാസ് ബൈ വോളിയം ഈ 3.5 ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ആളെ കിട്ടും. കിട്ടിയല്ലോ? അപ്പോൾ ഈ 2 ഫോർമുല എങ്ങനെയാണ് വരുന്നതെന്ന് അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ സാർ പഠിപ്പിച്ചു കഴിഞ്ഞു. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, ചിലർ ലൈക്ക് ചെയ്യും, ചിലരൊന്നും ചെയ്യാതെ പോകുന്നുണ്ട്. അത് ശരിയാണോ? നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് താഴെ കമൻറ്റ് ചെയ്യുന്നതല്ലേ ഒരു മര്യാദ. കാരണം ഇത്രയും എഫോർട്ട് എടുത്ത് നമ്മളൊരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ് മനസ്സിലായതെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ഒരു കമൻറ്റും തരണ്ടേ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.